തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ സുനിൽകുമാർ പ്രിൻസിപ്പലിന് കത്ത് നൽകി. സൂപ്രണ്ടായതോടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്തയച്ചത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, സൂപ്രണ്ടാകുമ്പോഴേക്കും കുറേയധികം ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. അപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ആ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നതൊരു മതിയായ കാരണമാണ്. അതുതന്നെയാണോ യഥാർത്ഥ കാരണം? ഹാഷ്മി, അതുതന്നെയാണ് യഥാർത്ഥ കാരണമെന്ന് നമുക്ക് പറയാനാകില്ല. കാരണം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം 1 വർഷമായതേയുള്ളൂ ഡോക്ടർ സുനിൽകുമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായി ചുമതല ഏറ്റിട്ട്. പക്ഷേ ഈ ചുമതല ഏറ്റതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ ഹാരിസ് ഹസനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ സുനിൽകുമാറിന് ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ നേരിട്ട ഒരു പശ്ചാത്തലമുണ്ട്. തുടർന്ന് അവസാനമായി ഇപ്പോൾ ഈ ഉപകരണ പ്രതിസന്ധിയും കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഇപ്പോൾ ഡോക്ടർ സുനിൽകുമാർ കത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ കത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം സൂപ്രണ്ട് ആയതോടുകൂടി തന്നെ ഈ ഭരണപരമായ ചുമതലകളും ഒപ്പം ഈ ഡോക്ടർ എന്ന നിലയിലുള്ള ചുമതലകൾ ശരി, അഡ്മിനിസ്ട്രേറ്റീവ് പണികൾ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡോക്ടർ എന്നുള്ള ജോലി ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഡോക്ടർ ഹാരിസ് ഹസൻ സമയത്തെ അൽകുമാറിന്റെ ഇടപെടലും വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതടക്കം അതിന് കാരണമാകുന്നു എന്ന സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.